ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. വേറൊന്നല്ല, ഞാനിവിടെ ഒരുപാട് ചെറിയ സെന്റൻസുകൾ, അതായത് നമുക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും സംസാരത്തിനിടയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ സെന്റൻസുകൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ആ സെന്റൻസുകളുടെ വാക്കുകൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയാവുന്ന സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് വേണ്ട, നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട്, അല്ലേ? ഐ ഡോണ്ട് വാണ്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് നീഡ്. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ഓർ ഐ ഡോണ്ട് നീഡ്, എനിക്ക് വേണ്ട. ഇനി ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് ഐ കഴിഞ്ഞ കാര്യമാണ്. ഐ ഡിഡിന്റ് സേ എന്നും പറയാം, അല്ലെങ്കിൽ ടെൽ എന്നും പറയാം, അല്ലെ? രണ്ട് സെന്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഐ ഡിഡിന്റ് സേ ഓർ ടെൽ, അല്ലെ? സിറ്റുവേഷൻ ഏതാന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അവൾ തരില്ല, അല്ലേ? അവൾ തരില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം അവൾ തരില്ല, ഇതും നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും. അവൾക്ക് ആ തരുന്നൊരു ശീലമില്ല, ഒരു വസ്തു തരുന്ന ശീലമില്ല എന്നാണെങ്കിൽ ഷീ ഡസന്റ് ഗിവ് എന്ന് പറയാം. ആ ഒരു ശീലത്തെ കുറിച്ച് രണ്ട് രീതിയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അവൾ തരില്ല, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് അവൾ തരില്ല എന്ന് പറയുകയാണെങ്കിൽ ഷീ വോണ്ട് ഗിവ് പറയാം. അല്ലെങ്കിൽ ഷീ ഡസിന്റ് ഗിവ് എന്നും പറയാം കേട്ടോ. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ. ഇനി അത് ശരിയല്ല എന്ന് പറയാറുണ്ടല്ലോ, അത് ശരിയല്ല. ദാറ്റ്സ് നോട്ട് റൈറ്റ്, ദാറ്റ്സ് നോട്ട് റൈറ്റ് എന്നും പറയാം. അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് കറക്റ്റ് എന്നും പറയാം കേട്ടോ. അത് ശരിയല്ല, ദാറ്റ്സ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഓക്കെ. അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് പറയാറുണ്ട്, അല്ലെ? അങ്ങനെയല്ല, ഇങ്ങനെയല്ല. ലൈക്ക് ദാറ്റ്, ലൈക്ക് ദിസ് ഇങ്ങനെ പറയാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, അത് അങ്ങനെയല്ല എന്ന് പറയാറുണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, അങ്ങനെയല്ല. ലൈക്ക് ദാറ്റ്, ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ ലൈക്ക് ദിസ്, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറയാം. ഇനി അവിടെയല്ല, അവിടെയല്ല, നോട്ട് ദേർ, നോട്ട് ദേർ, അവിടെയല്ല. ഇനി അങ്ങോട്ടല്ല. ഇപ്പൊ ഒരു വഴി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. പക്ഷെ അറിയുന്ന ഒരാൾ പറയണം അങ്ങോട്ടല്ല എന്ന് പറയുമ്പോൾ അതൊരു വഴിയെ കുറിച്ചാണ്, അല്ലെ? അപ്പൊ എങ്ങനെ പറയാം? നോട്ട് ദേർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ല എന്നാണ്. ഒരു വഴിയെ കുറിച്ചിട്ടാണെങ്കിൽ നോട്ട് ദാറ്റ് വേ എന്ന് പറയാം കേട്ടോ. നോട്ട് ദാറ്റ് വേ, അങ്ങോട്ടല്ല. ഇനി ഇപ്പോൾ അല്ല, എങ്ങനെ പറയാ? ഇപ്പോൾ അല്ല, നോട്ട് നൗ, അല്ലെ? ഇപ്പോൾ അല്ല. അപ്പോ ഇപ്പോൾ അല്ല, നോട്ട് നൗ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ നോട്ട് നൗ എന്നാണ്. ഇനി പിന്നെ നോക്കാം, നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയാറുണ്ടല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് പിന്നെ നോക്കാം. വി വിൽ സീ ലേറ്റർ, നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറയാറുണ്ട്, അല്ലെ? നെക്സ്റ്റ് ശരിയാണെന്ന് പറയാറുണ്ട്, അല്ലെ? ശരിയാണ്. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്, ശരിയാണ്. ഇനി അതുപോലെ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, അല്ലെ? നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് ഓക്കെ. വേണ്ട, വേണ്ട, ഒരു സാധനം നമുക്ക് ആവശ്യമില്ല, വേണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ. നോ നീഡ് എന്ന് പറയാട്ടോ. നോ നീഡ്, വേണ്ട. ഇപ്പോൾ മതി അല്ലെങ്കിൽ ഇത്രയും മതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് ദാറ്റ്സ് ഇനഫ് നൗ, ദാറ്റ്സ് ഇനഫ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ മതി. ഇനി ഒന്ന് നിർത്തും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഒന്ന് നിർത്തും, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, അല്ലെ? സ്റ്റോപ്പ് ഇറ്റ്, ഒന്ന് നിർത്തും. ഇതെടുക്കൂ, ടേക്ക് ദിസ്, ടേക്ക് ദിസ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് അതെടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ ടേക്ക് ദാറ്റ്. ഓക്കെ. ഇനി അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ലുക്ക് ദർ, ലുക്ക് ദർ, അങ്ങോട്ട് നോക്കൂ. അവിടെ വെക്കൂ, പുട്ട്, അല്ലെ? വെക്കുക പുട്ടാണ്, പുട്ട് ഇറ്റ് ദർ,
അങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് there ആണ്. അപ്പൊ put it there, അവിടെ വെക്കൂ. അത് അവിടെ വെക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇനി അവളെ വിളിക്കൂ, call her, അവൾ വിളിക്കൂ. അത് കഴിക്കൂ, eat that, അത് കഴിക്കൂ. ഇനി പാത്രം കഴുകൂ, wash the dishes, അല്ലേ? പാത്രം കഴുകി. ഇപ്പം ഞാൻ പാത്രം കഴുകി എന്ന് പറയുകയാണെങ്കിൽ പാത്രം കഴുകി, I past ആണ്, washed the dishes, I washed the dishes, ഞാൻ പാത്രം കഴുകി. പാത്രം കഴുകാം എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? പാത്രം കഴുകാം, അതായത് നമുക്ക് പാത്രം കഴുകാം ഇങ്ങനെ പറയാറുണ്ടല്ലോ, ലെറ്റ്സ് വാഷ് ദ ഡിഷസ്. അപ്പം പാത്രം കഴുകാം, നമുക്ക് പോകാം, നമുക്ക് വരാം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പാത്രം കഴുകാം എന്ന് പറയുകയാണെങ്കിൽ ലെറ്റ്സ് വാഷ് ദ ഡിഷസ്, നമുക്ക് പാത്രം കഴുകാം അല്ലെങ്കിൽ പാത്രം കഴുകാം, ലെറ്റ്സ് വാഷ് ദ ഡിഷസ്. ഓക്കെ, ഇനി ആ പാത്രം കഴുകണ്ട. ഇപ്പം ചില പാത്രം കഴുകണ്ട, ആ പാത്രം കഴുകണ്ട അല്ലെങ്കിൽ ആ പാത്രം കഴുകരുത് എന്ന് പറയാറുണ്ടല്ലോ. ആ പാത്രം കഴുകണ്ട അല്ലെങ്കിൽ ആ പാത്രം കഴുകരുത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. ഇത് ആ പാത്രം കഴുകേണ്ട അല്ലെങ്കിൽ ആ പാത്രം കഴുകരുത് എങ്ങനെ പറയും എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. നമുക്ക് വലിയ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ടും പറ്റുന്ന സിമ്പിൾ സെന്റൻസുകളാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഈ സെന്റൻസ് കമന്റ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. ഡെയിലി ഞാൻ ഓരോ ടെസ്റ്റുകൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും അത് ചെയ്തിട്ട് നമ്മുടെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ ലിങ്ക് കൊടുക്കാറുണ്ട് വീഡിയോകൾ, അപ്പോൾ അത് കാണുക കേട്ടോ. അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ എന്ത് തന്നെയായാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഒരു കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ തരുന്ന സെൻറ്റൻസ് ഇടാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സെൻറ്റൻസ് അറിയാമെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ കയറിയിട്ട് വെർബുകളുടെ എല്ലാ ഫോംസുകളും ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ അങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസുകളും ടെസ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നമ്മൾ ചാനലും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.